ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രെൻഡുകളെ കുറിച്ചാണ്. മാർക്കറ്റ് നമുക്കറിയാം ഓരോ ട്രെൻഡുകളിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 3 പ്രധാനമായിട്ടുള്ള ട്രെൻഡുകളാണ് ഉള്ളത്. ഒരെണ്ണം അപ്പ് ട്രെൻഡ്, രണ്ടാമത്തേത് സൈഡ് വേസ് ട്രെൻഡ്, മൂന്നാമത്തേത് ഡൗൺ ട്രെൻഡ്. അപ്പോൾ നമുക്ക് ആദ്യം അപ്പ് ട്രെൻഡ് എന്താണെന്ന് നോക്കാം. അപ്പ് ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു ഹയർ ലോയും ഹയർ ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇതൊരു ഹൈയും ഇതൊരു ലോയും ഇതൊരു ഹൈയും ആണെന്ന് ഓർത്തോ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു ഹയർ ലോയും ഈ ലോയിനേക്കാളും വലിയത് മേളിലല്ലേ ഈ ലോ, അപ്പോൾ ഹയർ ലോയും ഈ ഹൈനേക്കാളും വലുതല്ലേ ഈ ഹൈ. സോ ഹയർ ലോയും ഹയർ ഹൈയിലും ആണ് ഫോം ചെയ്തുള്ളത് എപ്പോഴും. ഹയർ ലോ ഹയർ ഹൈ, ഹയർ ലോ ഹയർ ഹൈ, ഹയർ ലോ ഹയർ ഹൈ. ഇപ്പം ഈ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ലോയിനേക്കാളും വലുതല്ലേ ഈ ലോ. അപ്പോൾ ഇതും ഒരു അപ്പ് ട്രെൻഡ് ആയിരിക്കും വൺസ് ഇത് ബ്രേക്കും ചെയ്യണം. സോ ഇതിനെയാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുക. അപ്പോൾ ഡൗൺ ട്രെൻഡ് എന്തായിരിക്കും? ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. അതായത് ഇതൊരു ഹൈയും ഇതൊരു ലോയും ആണെന്ന് ഓർത്തു. ഇവിടുന്ന് പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഒരു ലോവർ ഹൈ, ഇതൊരു ഹൈയും ഇതൊരു ലോവർ ഹൈയും ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ. സോ ഇതാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഒരു ലോവർ ഹൈയും ലോവർ ലോയും ഉണ്ടാക്കും. ഇനി അടുത്തത് സൈഡ് വേസ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. സൈഡ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് അല്ലാത്ത മാർക്കറ്റിനെയാണ് സൈഡ് വേസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പ് ട്രെൻഡും അല്ല ഡൗൺ ട്രെൻഡും ഇല്ലാത്തൊരു രീതിയിൽ ചുമ്മാ ഇങ്ങനെ സൈഡ് വേസ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിനാണ് സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുക. സോ ഇത് മൂന്നുമാണ് നമ്മുടെ ട്രെൻഡ്സ്. ഈ 3 ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ട്രേഡ് എടുക്കണമെന്നും എപ്പോൾ ട്രേഡ് ഒഴിവാക്കണമെന്നും നമുക്കൊരു ബോധ്യം വരും. ഹയർ ടൈം ഫ്രെയിംസിലൊക്കെ ഈ മാർക്കറ്റ് സ്ട്രക്ചറുകൾ നന്നായിട്ട് തന്നെ റെസ്പെക്റ്റ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഹൈയും ഹയർ ലോയും അല്ലേ. സോ ഇതൊരു ലോയാണ്, ഇത് ഹയർ ലോയാണ്, ഇത് ഹയർ ഹൈ ആണ്. സോ ഇതൊരു അപ്പ് ട്രെൻഡിലല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കുമ്പോൾ ഈ ഹൈനേക്കാളും വലുതല്ലേ ഈ ഹൈ. അപ്പോൾ ഇതൊരു ഹയർ ഹൈ ആണ്, ഈ ലോയിനേക്കാളും വലുതല്ലേ ഈ ലോ. ഇതൊരു ഹയർ ലോ ആണ്, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ, ഈ ലോയിനേക്കാളും വലുതല്ലേ ഈ ലോ, ഹയർ ലോ. സോ അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രേഡ്സ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സൈഡ് വേസ് ആയിട്ടുള്ള ട്രേഡ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക.